ഇ ഡി റെയ്ഡ് കഴിഞ്ഞു കേരളത്തിലെ കഴിഞ്ഞ മാസം 27-ാം തീയതി. CMRL കമ്പനി ഉദ്യോഗസ്ഥന്മാരെയും ഉടമകളെയും ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു. വീണ ഇപ്പൊ എല്ലാം വീണ ടി എന്നും വീണ തായ്ക്കണ്ടി എന്നും മാത്രമേ പറയുള്ളൂ. വീണ വിജയനെന്നോ വീണ റിയാസ് എന്നോ പറയാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പറയുന്നത് വീണ റിയാസ് തന്നെയാണ്. വീണ റിയാസിന്റെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അടുത്ത ഇ ഡിയുടെ നടപടി കേരളത്തിലെ വളരെ ഇതിനേക്കാളും ഒക്കെ വളരെ വലിയൊരു റാക്കറ്റിലോട്ടാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത്. അവിടെയും മണി ലോണ്ടറിങ് ഉള്ളത് കൊണ്ടാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത്. വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് ഈ റെയ്ഡ് നമ്മളെ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ 10ഓളം ആശുപത്രികളിൽ ഒരേ സമയം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പലരുടെയും വീടുകളിൽ. ഈ ആശുപത്രികൾക്കെതിരായിട്ട് നടക്കുന്ന റെയ്ഡ് അവയവ കടത്തുമായിട്ട്, അവയവ കടത്തുന്നുള്ളതിനേക്കാളും അവയവ കള്ളക്കടത്ത് ഇല്ലെങ്കിൽ അവയവ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ റെയ്ഡുകൾ നടക്കുന്നത്. ഈ റെയ്ഡ് നടക്കുന്നതിൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട ആശുപത്രികളാണ് അതിനകത്ത് വരുന്നത്. എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ പേര് ഇതിനിടയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരിത്താസ് ഹോസ്പിറ്റലിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയുടെ പേര് ഇതിനകത്ത് പലരും പറയുന്നുണ്ട്. രാജഗിരി ആശുപത്രിയുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്. ഗോകുലം ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള പ്രധാന ആശുപത്രി, കാസർഗോഡും ചില സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പാവപ്പെട്ട രോഗികളെ അവരുടെ അറിവോടെയോ അറിവില്ലാതെയോ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ അവയവങ്ങൾ എടുക്കുകയും മറ്റു രോഗികൾക്ക് കൊടുത്ത് അതിൽ കൊള്ള ലാഭം നേടുകയും ചെയ്യുന്ന ഒരു സംഭവത്തിലേക്കാണ് ഈ റെയ്ഡ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എന്തായാലും ആശുപത്രികള് ഈ പ്രൈവറ്റ് ആശുപത്രികളാകുമ്പോഴത്തേക്ക് പല മുഖ്യധാര മാധ്യമങ്ങളും ഈ ആശുപത്രികളുടെ പേര് മെൻഷൻ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. സ്വകാര്യ ആശുപത്രി എന്ന് പറയുമ്പോൾ ആ ആശുപത്രികളുടെ പേരും സ്വകാര്യമായിട്ടിരിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് നമ്മളുടെ മുഖ്യധാര മാധ്യമം. ഇ ഡി സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരമാണ് ഈ ആശുപത്രികളുടെ പേര്. ഇവ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, ഇവയായിരിക്കാം എന്നുള്ള ഒരു സംസാരമാണ് വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ നടപടികളും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം ആശുപത്രികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഇത്തരം ആശുപത്രികളുടെ പ്രവർത്തന ലൈസൻസ് തന്നെ നിർത്തലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരു ആശ്വാസമാവുകയുള്ളൂ. നന്ദി.